നമസ്കാരം. പശ്ചിമേഷ്യയുടെ ഭാവി നിർണയിക്കാനിരുന്ന ഇസ്ലാമാബാദ് സമാധാന ചർച്ചകൾ വീണ്ടും ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകം ഇപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് സമാധാനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന്. പുറം ലോകത്ത് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോഴും ഇറാനിൽ നിന്നുയരുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. സമ്മർദ്ദത്തിനും ഉപരോധത്തിനും സൈനിക ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങില്ല. തുല്യ ബഹുമാനവും യഥാർത്ഥ നയതന്ത്രവും ഉറപ്പായാൽ മാത്രമേ സ്ഥിരമായ സമാധാനം സാധ്യമാകൂ എന്ന നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. തിങ്കളാഴ്ച പാകിസ്ഥാനിൽ നടക്കാനിരുന്ന രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുമ്പായി ഇറാൻ വിമുഖത പ്രകടിപ്പിച്ചതിനെ ചിലർ കടുത്ത നിലപാടായാണ് ചിത്രീകരിച്ചത്. എന്നാൽ ഇറാന്റെ കാഴ്ചപ്പാട് മറ്റൊന്നാണ്. ചർച്ചകൾക്ക് പേരുണ്ടെങ്കിലും നിലത്തുണ്ടാകുന്നത് ഉപരോധവും കടൽ ഉപരോധവും കപ്പൽ പിടിച്ചെടുക്കലും സൈനിക സമ്മർദ്ദവുമാണെങ്കിൽ അതിനെ യഥാർത്ഥ സമാധാന ശ്രമമെന്ന് എങ്ങനെ വിളിക്കാനാകുമെന്നാണ് അവരുടെ ചോദ്യം. ചർച്ച മേശയിൽ ക്ഷണിച്ചുകൊണ്ട് മറുവശത്ത് സമ്മർദ്ദ നയം തുടരുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഇറാന്റെ കർശനമായ നിലപാട്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഖബായി പറഞ്ഞ വാക്കുകൾ അതിനാലാണ് കൂടുതൽ ശ്രദ്ധമാകുന്നത്. അടുത്ത ഘട്ട ചർച്ചകൾക്കായി ഞങ്ങൾക്ക് പദ്ധതികൾ ഒന്നും തന്നെയില്ല. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രതികരണം വെറും നിരസനം മാത്രമല്ല, മറിച്ച് വിശ്വാസത ഇല്ലാത്ത പ്രക്രിയയിൽ പങ്കാളിയാകില്ല എന്ന രാഷ്ട്രീയ സന്ദേശമായിരുന്നു. വിശ്വാസമില്ലാതെ കരാറുകൾ ഉണ്ടാകില്ല എന്ന് ഇറാൻ ലോകത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇറാൻ ഉയർത്തുന്ന പ്രധാന പരാതികളിലൊന്നാണ് സമുദ്ര ഉപരോധം. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ അമേരിക്കൻ നാവിക നടപടികളും വ്യാപാര കപ്പലുകളെ തടഞ്ഞു നിർത്തലും വെടിനിർത്തലിന്റെ ആത്മാവിനെ തന്നെ തകർക്കുന്നതാണ്. യുദ്ധം അവസാനിപ്പിക്കാനാണ് ലോകം പറയുന്നത്. കാരണം യുദ്ധം തുടർന്നാൽ പല ലോകരാജ്യങ്ങളും തകരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവരുടെ സാമ്പത്തികമായ ഒരു സ്ഥിതി തന്നെ തകർന്ന് തരിപ്പണമാകും. വർഷങ്ങളായുള്ള ഉപരോധങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സുരക്ഷാ ഭീഷണികൾ എന്നിവ നേരിട്ട രാജ്യമാണ് ഇറാൻ. അതിനാൽ തന്നെ പുറം സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ദൗർലഭ്യം കാണുന്നത് ആഭ്യന്തരമായും പ്രാദേശികമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ദേശീയ അഭിമാനവും സ്വതന്ത്ര വിദേശ നയവുമാണ് ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ അടിസ്ഥാനം. മറുവശത്ത് അമേരിക്കയും തന്റെ സുരക്ഷാവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ആഗോള വ്യാപാരത്തിന്റെ പ്രധാന നാഡിയാണെന്നും അതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ ഇറാൻ ചോദിക്കുന്നത് മറ്റൊന്നാണ്. ആ സുരക്ഷയുടെ പേരിൽ ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക അവകാശങ്ങൾ ചവിട്ടിമെതിക്കുന്നത് ന്യായമാണോ? അന്താരാഷ്ട്ര നിയമം എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ അത് ശക്തരായ രാജ്യങ്ങൾക്ക് മാത്രം ബാധകമാകാൻ പാടില്ല എന്നാണ് ഇറാന്റെ വാദം. ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പുകളും അന്തരീക്ഷം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. കരാറില്ലെങ്കിൽ ബോംബുകൾ പൊട്ടിത്തെറിക്കുമെന്ന ഭാഷ നയതന്ത്രത്തിനു പകരം ഭീഷണിയായിട്ടാണ് ഇറാൻ അതിനെ കാണുന്നത്. ഇറാന്റെ കാഴ്ചപ്പാടിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ചർച്ചകളെ സഹായിക്കുന്നില്ല എന്ന് മറിച്ച് പ്രതിരോധ മനോഭാവം കൂടുതൽ ശക്തമാക്കുകയാണ്. സമാധാനം സമ്മർദ്ദത്തിലൂടെ ലഭിക്കില്ല, പരസ്പര ബഹുമാനത്തിലൂടെയാണ് ഉണ്ടാകുക എന്ന സന്ദേശമാണ് ഇറാൻ ആവർത്തിച്ചു നൽകുന്നത്. ഇപ്പോൾ ലോകം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇറാൻ വെറും ഒരു രാജ്യത്തിന്റെ പേര് മാത്രമല്ല, പശ്ചിമേഷ്യൻ ശക്തി സമവായത്തിലെ നിർണായകമായ ഒരു കേന്ദ്രമാണ്. അതിനെ ഒറ്റപ്പെടുത്തി സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് രാഷ്ട്രീയമായി കോണറിൽ നിർത്തി സ്ഥിരത നേടാമെന്ന കണക്കുകൂട്ടൽ പലവട്ടം പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കും ദീർഘകാല പരിഹാരം കണ്ടെത്താൻ ഇറാനെ പങ്കാളിയാക്കാതെ വഴിയില്ലാതായത്. ഊർജ്ജ വിപണിയിലും ഇതിന്റെ സ്വാധീനം വലുതാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന എണ്ണവാതക വിതരണം തടസ്സപ്പെട്ടാൽ ലോകമെമ്പാടും വിലക്കയറ്റമുണ്ടാകും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും നേരിട്ടുള്ള ബാധ്യത ഉണ്ടാകും. അതിനാൽ യുദ്ധം നീളുന്നത് ആരുടെയും താല്പര്യത്തിനല്ല. സമാധാന ചർച്ചകൾ വിജയിക്കണമെങ്കിൽ ഒരു പക്ഷത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന സമീപനം മാറണം. പാകിസ്ഥാൻ വേദിയാകുന്ന ഈ ചർച്ചകൾക്ക് ഇപ്പോഴും അവസരം അവസാനിച്ചിട്ടില്ല. അവസാന നിമിഷം വരെ നയതന്ത്രത്തിന് വാതിൽ തുറന്നിരിക്കാം. എന്നാൽ അതിന്റെ അടിസ്ഥാന വ്യവസ്ഥ ഒന്നു മാത്രമാണ്. ചർച്ചകൾ തുല്യതയോടെയും വിശ്വാസത്തോടെയും നടക്കണം. ഭീഷണിയുടെ നിഴൽ അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ ഒപ്പിടുന്ന കരാറുകൾ ദീർഘകാലം ഒരിക്കലും നിലനിൽക്കുന്നില്ല എന്നാണ് ഇറാൻ തന്നെ പറയുന്നത്. ഇറാനെ പിന്തുണയ്ക്കുന്ന പല നിരീക്ഷകരുടെയും അഭിപ്രായവും ഇത് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ സ്വാധീനം സംരക്ഷിക്കാനുള്ള അവകാശം അതിനുണ്ട്. സുരക്ഷ ഉറപ്പാക്കാനുള്ള അവകാശവും അതിനുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് മോചനം ആവശ്യപ്പെടാനുള്ള അവകാശവും അതിനുണ്ട്.
ഈ അടിസ്ഥാന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെ സമാധാന കരാർ തേടുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരു നീക്കമായിരിക്കും. അടുത്ത മണിക്കൂറുകൾ അതീവ നിർണായകമാണ്. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങുമോ? അമേരിക്ക നിലപാട് മൃദുവാക്കുമോ? പാകിസ്ഥാൻ മധ്യസ്ഥതാ ഫലം കാണുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, സമ്മർദ്ദത്തിന് കീഴടങ്ങാൻ തയ്യാറല്ലാത്ത ഇറാനെ മനസ്സിലാക്കാതെ പശ്ചിമേഷ്യയിൽ സ്ഥിരത സൃഷ്ടിക്കാനാവില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.